സുപ്രഭാതം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാകെ മൂടല. ഈ ഹാപ്പിനെസ് വരണമെങ്കിൽ സമ്മർ ആവണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് തണുപ്പും അതിൻ്റെ ഇടയിൽ കൂടെ മഴ ഉണ്ടായിരുന്നത്, വെള്ളം കിടക്കുന്നുണ്ട്. കിടക്കുന്ന വെള്ളം ഒരു തെളിവിന് കാണിച്ചു എന്നുള്ളൂ. മഴയും ഒക്കെ കൂടി ആയിട്ടൊരു സുഖമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പനിക്കോള് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അതെന്താവുമെന്ന് കണ്ടു തന്നെ അറിയണം. എനിക്ക് വലിയ പേടിയൊന്നുമില്ല, വരാതിരിക്കട്ടെ. കാരണം പനി കാര്യങ്ങൾ മുതലായവ വന്നാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹെൽത്തിൻ്റെ കേസില്ലേ, ആ ഒരു സെറ്റപ്പാണ്. വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചടങ്ങാണ്. ഇവിടുത്തെ രോഞ്ഞ കാലാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആരോഗ്യനില വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് 1-2 മാസം നിൽക്കും, മൊത്തത്തിലൊന്ന് വിട്ടുമാറി പോകാനായിട്ട്. പിന്നെ സമ്മറിലാണെങ്കിൽ ഇച്ചിരി കൂടി വേഗം പോവും, വിൻ്ററിലാണെങ്കിൽ കുറേ കാലം ആ സാധനോട് അങ്ങോട്ട് നിൽക്കും. വിച്ച് ഈസ് കൊല്ലലി എന്നെ. ഇപ്പോൾ എന്തായാലും ആവട്ടെ. ഇന്നിപ്പോൾ ക്ലാസ്സിന് ഇറങ്ങി ഉറക്കപ്പിച്ചതിന് ഇന്നിപ്പോൾ എന്നെ കാറുകാരൻ പേടിപ്പിച്ചതാണ്. എന്തായാലും ആവട്ടെ. ഇപ്പോൾ കാലത്ത് ഇറങ്ങി ക്ലാസ്സിൽ പോയി. ക്ലാസ് ഒരെണ്ണം കഴിഞ്ഞിന് ഒരെണ്ണം കൂടി ഉണ്ട്. എനിക്കാണെങ്കിൽ ഉറക്കം മുതൽ എൻ്റെ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ട്. നേരത്തെ കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചില ക്ലാസ് നമ്മൾ ഇങ്ങോട്ട് ഉറക്കി കളയും, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ ക്ലാസ് അങ്ങോട്ട് തീർത്തു. എങ്ങനെ 2.5 മണിക്കൂറേ ഒറ്റ സ്ട്രെച്ചിലും കൂടി ഇരിക്കണം. ആഫീസ് പൂട്ടും. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അത് 3.5 മണിക്കൂറുണ്ട്. നമുക്ക് ലാബ്സ് ഉണ്ട്, ലെക്ചേഴ്സ് ഉണ്ട്. ലാബ്സിന് അറ്റൻഡൻസ് നിർബന്ധമാണ്. അതായത് മാൻഡേറ്ററി അറ്റൻഡൻസ് വേണം. നമുക്കതിൽ ഒരു സെമസ്റ്ററിൽ മാക്സിമം, എൻ്റെ കോഴ്സിൻ്റെ കാര്യമാണ്, ഒരു ആബ്സെൻസ് എടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ എടുക്കണമെങ്കിൽ പിന്നെ L4 തേങ്ങ മാങ്ങ ഒക്കെ എടുക്കണം. അതിൽ വേഗം ഒരെണ്ണം എടുക്കുക. ഒരെണ്ണം ഞാൻ അവസാനവും എടുക്കും. എനിക്ക് അവകാശപ്പെട്ട ആബ്സെൻസ് ഞാൻ എന്തായാലും എടുക്കും. അതല്ലാണ്ട് എടുക്കാൻ പോകാറില്ല, അതിന് പിന്നാലെ നടക്കാൻ വയ്യ. പിന്നെ വേറെ ഇനിയിപ്പോൾ എന്തെങ്കിലും നടക്കണമെങ്കിൽ പറയുന്നത് ആകെ വൃത്തികെട്ട കാലാവസ്ഥ, ആകെ മൂടി നശിച്ച്. എന്തായാലും ആവട്ടെ, ഞാൻ പോയി ചായ കുടിക്കട്ടെ. ചായ കുടിച്ചപ്പോൾ സമാധാനത്തിലിരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ചായക്ക് 9.5 സ്ലോട്ടി. ഷാപ്പ് കെയിൽ ബാക്കി എവിടെ കയറിയാലും അതിലും കൂടുതൽ വരും. ഷാപ്പ് കെയിലാകുമ്പോൾ പിന്നെ വില കുറയും. ചായക്ക് മാത്രം, കാപ്പിക്ക് മാത്രം. ചായ അല്ല, കാപ്പി. ഒരെണ്ണം കൂടി മേടിച്ചു, കുടിച്ചു, ഒരു സമാധാനം കിട്ടി. അടുത്തതെന്തോ വലുത് വരുന്നുണ്ട്, വരാതിരിക്കട്ടെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വരും. പിന്നെയും ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ക്ലാസ്. ക്ലാസ്സിൽ പോകണം. 3.5 മണിക്കൂറുണ്ട്. തേങ്ങയുടെ മൂട്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ സ്റ്റെപ്പും കാണുന്നുണ്ടോ നിങ്ങൾ? ഈ സ്റ്റെപ്പ് കാരണം ഏറ്റവും മുകളിൽ ഇതിൽ മാത്രം ലിഫ്റ്റില്ല. എന്തായാലും ക്ലാസ്സിൽ പോട്ടെ. ക്ലാസ്സിൽ പോയിട്ട് ബാക്കി പരിപാടി അവിടെ കാണിക്കാനൊന്നുമില്ല. ലെക്ചർ പോലത്തെ ഒരു ക്ലാസ്സാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ക്ലാസ്. പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നുമില്ല. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരിപാടി നോക്കാം. ഇപ്പോൾ ആഘോഷകരമായിട്ട് നമുക്കതങ്ങോട്ട് ഉറപ്പിക്കാം. എന്താണെന്നല്ലേ, ഡേ 1 ഓഫ് ബീയിങ് സിക്ക്. കറൻ്റ്ലി ഒരു കാര്യത്തിൽ പോസിറ്റീവായിട്ടുണ്ട്. ഡയറി ഉണ്ട്, അത് നല്ല വെടിപ്പായിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞ് 2ാമത്തെ ക്ലാസ്സിന് ഇടയ്ക്ക് വെച്ചൊരു വിളി വന്നു എനിക്ക് എന്നെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു വിളിയായിരുന്നു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ. എന്നാലും അത് കഴിഞ്ഞു. അപ്പം അത് ഉറപ്പായിട്ടുണ്ട്. നല്ല മേലും ജോയിൻസൊക്കെ നല്ല വേദനയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചുമ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. പനിക്കുള്ള കോള് എൻ്റെ മനസ്സ് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, പോയിട്ടൊരു പാരസെറ്റമോൾ അടിക്കണം, ഒരു ചുക്കാപ്പി ഉണ്ടാക്കി കുടിക്കണം. എന്താവും നോക്കട്ടെ. പറ്റിയാലല്ല, ഒത്താൽ മാറിക്കിട്ടും. അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഇത്തിരി കൂടി വഷളാവും. ഈ ഒരാഴ്ച മൊത്തം ഇതിൽ പോവും. അടുത്ത ആഴ്ച തൊട്ട് പരീക്ഷ തുടങ്ങുമെന്നുള്ള ഒരു വൃത്തികെട്ട ഇത് നോക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം. എന്നാലും ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ. വരണത് വരട്ടെ. നമ്മളിങ്ങനെ അറ്റം പോകുമ്പോൾ ഞങ്ങൾ നിൽക്കുക, നിന്ന് പൊട്ട. അമ്മേ. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് സാധനങ്ങൾ മേടിക്കാൻ പോകണം. ഞാൻ അധികം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ച് വെക്കാറുണ്ട്. അത് ഇപ്പോഴും ചെയ്യാറുണ്ട്, നല്ല ഓഫർ കാണുമ്പോൾ. അതല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ഇല്ല, അത് ഒരാഴ്ചേനേക്കാളും കൂടുതലുള്ള സാധനങ്ങൾ ഞാൻ അങ്ങനെ മേടിക്കാറില്ല. ഒരു 2 ദിവസത്തേക്കുള്ള സാധനങ്ങളുടെ മേടിക്കാറുള്ളൂ. കാരണം അതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ നല്ലത്. കുറേ മേടിച്ച് കൂട്ടി വെക്കുന്ന സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ സവോളയൊക്കെ നല്ല വില കുറവ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മേടിച്ചൊരു 3-4 കിലോ. അതേപോലെ തന്നെ ഇപ്പോൾ ചിക്കൻ ആയാലും ശരി, ചിക്കൻ 1.5 കിലോ, അത് യൂഷ്വൽ സാധനമാണ്. 2 മേടിച്ച് വെക്കുന്ന സാധനങ്ങളും ഉണ്ട്. ഓഫർ വയ്ക്ക് മേടിക്കുന്ന പരിപാടി. അതിലെല്ലാം നമ്മൾ
ഇപ്പോൾ വയ്യ. ഇപ്പം എത്രയും വേഗം വീട്ടിലെത്തണം, അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ട്രാമ്പിലിരുത്തി വെഞ്ചരിപ്പിക്കും. ഓക്കെ, അല്ല സോറി, കടയിൽ പോകണം ആദ്യം. ബിദ്രോങ്കയിലേക്ക് കയറുമ്പോൾ തന്നെ ഉരുളൻകിഴങ്ങ് ഓഫറിന് വെച്ചിട്ടുണ്ട് 1.49. അതേപോലെ തന്നെ മുന്തിരി ഓഫറിനുണ്ട്. മുന്തിരിക്ക് 9.99 കറുത്ത മുന്തിരി. പിന്നെ കോളിഫ്ലവറിന് ഓഫറുണ്ട്, പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ മതി 5.99 കിലോയ്ക്ക് കേട്ടോ. പക്ഷെ ഒന്നും മേടിക്കില്ല. അതുപോലെ ഇവിടെ കുറേ മിഠായും കുറച്ച് സൺഫ്ലവർ ഓയിലും കാര്യങ്ങളൊക്കെ ഓഫർ ഉണ്ടാകും. നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഉണ്ട്. ആപ്പിൾ ആവശ്യമില്ല. നമുക്കിന്ന് എന്താ മേടിക്കേണ്ടതെന്ന് നോക്കട്ടെ. എന്തെങ്കിലും മേടിക്കാൻ കാണുമായിരിക്കണം. അത് മേടിക്കേണ്ടതെന്ന് അറിയില്ല. വയ്യാത്തത് കൊണ്ടും വയറിനൊരു സുഖമില്ലാത്തതുകൊണ്ടും നമ്മുടെ യൂഷ്വൽ സാധനമായ ഇത് എടുക്കുന്നില്ല. ചിലപ്പോൾ പണി പാളും. ഞാൻ ട്രാം അങ്ങോട്ട് മലിനീകരിക്കും. അതുകൊണ്ട് അത് വേണ്ട. മീറ്റ് സെക്ഷനിലൊന്നും ഞാൻ കയറണില്ല. പക്ഷെ ബിദ്രോങ്കയിലൊരു ആർക്കും അറിയാത്തൊരു സംഭവം ഉണ്ടല്ലോ. എല്ലാവർക്കും അറിയാവുന്നതാണ്, പോളണ്ടിലുള്ളവർക്ക് അറിയാവുന്നതാണ്. ആദ്യം വരുന്നവർക്ക് കൊണ്ട് ഞാനൊരു കാര്യം പറയാം. അതായത് നമ്മുടെ യൂഷ്വൽ ചിക്കൻ എടുക്കുകയാണ്. അതിന് ഇന്നും ഓഫറുണ്ട് 6.49. അത് എപ്പോൾ ഓഫർ ഉണ്ടെങ്കിലും എടുക്കണം എന്നാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇവിടെ ബിദ്രോങ്കലിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ് പുതിയ 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 ഓഫറുകൾ വരാം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ബിദ്രോങ്കയിൽ പോകണത്. പുതിയ ഓഫർ ഇത് നല്ല കിടലിന് ഓഫറാണെങ്കിൽ അത് അന്ന് തന്നെ തീരും. അതുകൊണ്ട് പൊതുവേ ഞാൻ ക്ലാസ് കഴിഞ്ഞ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഡയറക്റ്റ് ബിദ്രോങ്കയിലേക്ക് വരാറുണ്ട്. എല്ലാ ക്യാപ്പിക്കോടെയും നടക്കും. നല്ല ഓഫറുള്ള എന്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ചിക്കൻ എടുത്ത പോലെ ചിക്കൻ ഇതിന് യൂഷ്വൽ കിലോയ്ക്ക് 13 സ്ലോട്ട്. ഇപ്പോൾ 6.49 ഓഫറിനൊന്നും അത് വൈകുന്നേരം ആകുമ്പോൾ തീരും. അപ്പം അങ്ങനെ മേടിക്കുന്ന സാധനങ്ങൾ. പിന്നെ മേടിക്കാൻ എനിക്ക് എന്താ ഉള്ളത്, പാല് വേണ്ട, തൈര് വേണ്ട, വേറെ ഇതൊന്നും വേണ്ട. കോഴിമുട്ടയ്ക്ക് ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ കോഴിമുട്ട ഇല്ല, അത്ര നല്ല ഓഫറല്ല. 11 സ്ലോട്ട് എന്നൊക്കെ പറയുന്നത് കൂടുതലാണ്. 7-8 സ്ലോട്ടിക്ക് വരണതാണ്. അതുകൊണ്ട് കോഴിമുട്ട നമ്മൾ സ്കിപ്പ് ചെയ്തു. ഇനി വേറെ നമുക്ക് എന്താ മേടിക്കാൻ പറ്റാൻ ഉള്ള സാധനം വേറെ നോക്കട്ടെ. ക്ലീനിങ് ലിക്വിഡ്സ് ഒന്നും മേടിക്കാനില്ല. സവോളയുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അത്രയും സാധനങ്ങളെ മേടിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളെ മേടിക്കാനുള്ളൂ. ആകെ ചിക്കൻ മാത്രമേ കിട്ടിയുള്ളൂ ഓഫറിന്. കുഴപ്പമില്ല, ചിക്കനെങ്കിൽ ചിക്കൻ, അത് ഓഫറിന് കിട്ടിയല്ലോ. ചില സമയത്തുണ്ടല്ലോ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ട് ഇടിപ്പിക്കും. അങ്ങനെ ഇന്നിപ്പോൾ ഉരുളൻകിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് 1.49. അതേപോലെ കോളിഫ്ലവർ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പിന്നെ നമ്മുടെ യൂഷ്വൽ ഐറ്റം എടുത്തിട്ടുണ്ട്. അവനവിടെ വെച്ചിട്ട് വരാൻ മനസ്സ് സമ്മതിക്കണില്ല. പിന്നെ ചിക്കനും എടുത്തിട്ടുണ്ട്. ചിക്കൻ നിങ്ങൾ എടുക്കുന്നത് ഞാൻ കാണിച്ചല്ലോ. ഇത്രയും സാധനങ്ങൾ എടുത്തു. ചിക്കൻ 1.5 കിലോ, കോളിഫ്ലവർ 2 കിലോയ്ക്ക് അടുത്ത്. പിന്നെ എന്തിട്ടെടുത്ത് ചിക്കൻ 2 കിലോയ്ക്ക് അടുത്ത്, കോളിഫ്ലവർ ഇത് എന്തെങ്കിലും ആവട്ടെ 25 സ്ലോട്ടിനെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സുഖം. കയ്യിൽ നിന്ന് കാശ് പോകുമ്പോൾ വിഷമമാണെങ്കിലും സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന സുഖം അതൊരു സുഖമാണ്. നിങ്ങൾക്ക് ആ സുഖം കിട്ടാറുണ്ടോ സാധനങ്ങൾ മേടിക്കുമ്പോൾ? വിൻഡോ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഇതിലും സുഖമാണ്. കുറേ സാധനങ്ങൾ നമുക്ക് നോക്കാമല്ലോ. തേങ്ങയുടെ മൂട് അതിൻ്റെ വേണ്ട ഇതിലോട്ടെ. അപ്പോൾ അതെ ഞാൻ കവർ ബിദ്രോങ്കയുടെ കവറാണ് എൻ്റെ ബൂട്ടിട്ട് വെച്ചിട്ട് അങ്ങോട്ട് കയറ്റി വെച്ചപ്പോൾ അതും സ്കാനായിപ്പോയി. എന്തിലോട്ടെ. അപ്പോൾ ശരി, ബൈ ബൈ. അപ്പോൾ അതെ കടയിൽ നിന്ന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങി. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഈ കാറിൽ വന്നേക്കടയിൽ ഒരു പകുതിയിലും കൂടുതൽ ആൾക്കാർ ഹ്യൂജ് ക്വാണ്ടിറ്റി എടുക്കുക. അതായത് വലിയ എമൗണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഓഫറിന് കിട്ടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. ബിദ്രോങ്കിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു പരിപാടിയുണ്ട്. ഇനി എന്തായാലും തിരിച്ച് വീട്ടിൽ പോകട്ടെ. കഞ്ഞി ഉണ്ടാക്കണം. ഇന്ന് പിന്നെ കഞ്ഞിയാണ്. കഞ്ഞി ഉണ്ടാക്കലും കാണിക്കലും വളരെ മോശമായതുകൊണ്ട് ഇനി ഞാൻ അത് കാണിക്കുന്നില്ല. കഞ്ഞി കുടിക്കണം. ഇനി മാങ്ങച്ചാറ് ഇരിപ്പുണ്ട്, അതും കൂടി കൂട്ടി പിട്ടി അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് കിടന്നുറങ്ങണം എന്നാണ് ആഗ്രഹം. പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യണം, അത് ചെയ്യും. ഇതിന് പഠിക്കാതിരിക്കണം. കാരണം നാളത്തെ ക്ലാസ് വൃത്തിയുടെ ടീച്ചറാണ് പുള്ളിക്കാരി. അറ്റൻഡൻസ് തരുന്നതിനേക്കാളും മുന്നേ ചോദിക്കും. ഇത്തരം പറഞ്ഞാൽ പുള്ളിക്കാരി ക്ലാസ്സിലെടുത്ത് കുഞ്ഞു പിള്ളേരുടെ മനസ്സാണ്. അയ്യോ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചു, ക്ലാസ്സിൽ പോയി, അത് ഗോപിയായി. വയ്യാത്ത കാരണം അതിന് എന്താവുമെന്ന് കണ്ടറിയാൻ നാളെ പറയാം. ഇതിലും ഭേദപ്പെട്ടോ ഇല്ലയോ എന്ന്. ഭാഗ്യമുണ്ടെങ്കിൽ ഭേദപ്പെടും, അല്ലെങ്കിൽ
അടുത്തൊരു ആഴ്ച കിടപ്പായി, നല്ല സുഖമായിരിക്കും. അപ്പോൾ ശുഭദിനം.